8 വർഷമായി ഒരു ഇരയെ പീഡിപ്പിച്ചു എന്ന ലേബലിലുണ്ടായിരുന്ന ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് പറയുന്നു. 2 പീഡന പരാതി വന്നതിൽ ജാമ്യം ലഭിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്. ഇതിലൊന്നിലും പെടാതെ കണ്ടോണ്ടിരുന്ന, അതായത് ഇല ചെന്ന മുള്ളിൽ വീണാലും മുള്ളു ചെന്ന് ഇലയിൽ വീണാലും കണ്ടോണ്ട് നിന്നവനാണ് ജയിലിനകത്തായിരിക്കുന്നത്. രാഹുൽ ഈശ്വർ അകത്തുമായി, ജാമ്യവും കിട്ടിയിട്ടില്ല. ഇതിനും മാത്രം വലിയ കുറ്റമാണോ ഈ രാഹുൽ ഈശ്വർ ചെയ്തത് എന്ന് സൗപർണയ്ക്ക് തോന്നുന്നുണ്ടോ? അല്ലേച്ചി, അവര് പറയുന്ന എന്താണ്, ഇര ആരാണെന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള സൂചനകൾ കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്നതാണ് രാഹുൽ ഈശ്വറിന്റെ കേസ്. ഏതാ, കള്ളിയെന്ന് വിളിച്ചതാണോ? അതായിരിക്കണം. കള്ളി എന്ന് വിളിച്ചത് രാഹുൽ ഈശ്വർ മാത്രമല്ല, ആ ബൈറ്റ് പറഞ്ഞ ആ പെൺകുട്ടിയുടെ എല്ലാ ബൈറ്റിന്റെ അടിയിലും ആൾക്കാർ വന്ന് കള്ളി കള്ളി കള്ളി. അത് ആ പറയുന്ന ഒരു വേ ഓഫ് ടോക്കിംഗ് കാണുമ്പോൾ ആരും വിളിച്ചു പോകും കള്ളിയെന്ന്. അപ്പൊ ഞാൻ അതിനെ കള്ളിയെന്ന് പറഞ്ഞാൽ എന്നെയും ജയിലിടോ? ഇല്ല ചേച്ചി, സ്ത്രീയാണല്ലോ. സ്ത്രീക്ക് സ്ത്രീ അപമാനിച്ച സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. രാഹുൽ ഈശ്വറിന്റെ വിഷയത്തില് ഈ ഒരു വിഷയത്തിലാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇതിന്റെ അകത്തൊരു ലോജിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം പൊടിയും തട്ടി പോവുകയും ചെയ്തു, രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്നവരെന്നാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ചേച്ചി, തോന്നുന്നല്ല, രാഹുൽ ഈശ്വറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഒരു 100 കേസിൽ 95% കേസിലും രാഹുൽ ഈശ്വർ ഇരയ്ക്കെതിരാണ്, വേട്ടക്കാരനൊപ്പമാണ്. എന്താണ്, സ്ത്രീകൾ ഈ സമൂഹത്തിൽ വരുന്ന 100 പീഡന കേസിൽ 95 കേസും ഇര എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ സ്ത്രീ വെറുതെ പറയുന്നതാണ്. പുരുഷന്മാരാണ് പീഡനം അനുഭവിക്കുന്നത്. ചില കേസുകളിലെങ്കിലും ഈ സ്ത്രീകൾ വ്യാജ പരാതിയുമായി വന്ന് ചില അവരുടെ നേട്ടങ്ങൾക്കായി ചില ആൾക്കാരെ കൊടുക്കാനായിട്ട് കള്ളക്കേസുകൾ ചമയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ പുരുഷന്മാരും ഇരയാണ് എന്ന വാദവുമായി വന്നത്. പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ചില റീലുകൾ കണ്ടാൽ തന്നെ അറിയാം. പെണ്ണായ പിന്നെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, കെട്ടിച്ചു വിട്ടോളുമല്ലോ, ഏതെങ്കിലും ഒരാണ് ജോലി ചെയ്ത് പോറ്റുമല്ലോ, ഇങ്ങനൊരു കാര്യം പറയും. ചേച്ചി, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇങ്ങനെ എന്താ, പെണ്ണായാൽ ജോലി ചെയ്യണ്ട, കെട്ടിച്ചു വിടും എന്നുള്ള ഇത് ഫോളോ ചെയ്തിട്ടല്ലേ അത് ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരാ? പുരുഷന്മാരല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു ഡേറ്റിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഒരു പ്രേമത്തിലായവർ പുറത്തു പോകുന്നു, ഫുഡ് കഴിക്കാൻ പോകുന്നു, ഔട്ടിങ്ങിന് പോകുന്നു, ചെലവെല്ലാം വഹിക്കുന്നത് ആരാ? ചേച്ചി, ഞാൻ ചോദിക്കുന്നത് ചെലവെല്ലാം വഹിക്കുന്നത് പുരുഷന്മാരാണ്. ഒരു പെൺകുട്ടി അവൾക്ക് പ്രേമിക്കാൻ വേണ്ടി ഒരാളെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം നോക്കുന്നത് എന്താ? സ്ത്രീയുടെ സാമ്പത്തികാവസ്ഥയോ ജോലിയോ ഒന്നുമല്ല ആദ്യം. അത് കോമൺ ആയിട്ട് പൊതുവേ ഉള്ള കാര്യം. ഇതില് വ്യത്യാസമായ കേസുകൾ ഉണ്ട്, അത് അപൂർവമാണ്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭൂരിഭാഗവും ചെറുക്കന് പെണ്ണിനെ പോറ്റാനുള്ള വകുപ്പുണ്ടോ, അതിനുള്ള ശേഷിയുണ്ടോ എന്ന് തന്നെയല്ലേ ആദ്യം നോക്കുന്നത്. അപ്പൊ ഈ ഉത്തരവാദിത്വവും ബേർഡനും എല്ലാം ആർക്കാ ഉള്ളത്? ആണിന് തന്നെയാണ്. ഇതിൽ എക്സെപ്ഷണൽ കേസുകളുണ്ട്. ആണുങ്ങൾ പണിയെടുക്കാതിരിക്കുകയും പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആണിനെയും ആണിന്റെ കുടുംബത്തെയൊക്കെ നോക്കുന്ന കേസുകളുണ്ട്. എന്നാൽ പക്ഷെ പൊതുവിൽ ഒരു വിവാഹം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബന്ധം ആലോചിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് പുരുഷന് ആ പെണ്ണിനെ പോറ്റാനുള്ള കെൽപ്പുണ്ടോ എന്ന് നോക്കും. അത് ചെറിയ ഒരു ഫ്രണ്ട്ഷിപ്പിലായാൽ പോലും പൈസ കൊടുക്കുന്നത്, ഒരു കടയിൽ പോയി ചായ കുടിക്കുന്നത്, 2 സുഹൃത്തുക്കൾ പോയി ചായ കുടിച്ചാൽ പോലും അതൊരു അലിഖിത നിയമം പോലെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, സ്ത്രീകൾ പൈസ കൊടുക്കില്ല, പൈസ കൊടുക്കേണ്ടത് ആണിന്റെ ഡ്യൂട്ടിയാണ് എന്ന ഒരു ലേബലിൽ തന്നെയാണ് പെരുമാറ്റം. അപ്പൊ ഇതുപോലെ ഏതൊരു കാര്യം എടുത്താലും പുരുഷന്മാർക്ക് അധിക ബേർഡൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത്, അത് ഒരു പരിധി വരെ, ഞാൻ സ്ത്രീ വിരുദ്ധയാണെന്ന് ചിലപ്പോൾ സൗപർണിക വിചാരിക്കും. അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ ആവശ്യത്തിന് സ്വാതന്ത്ര്യത്തോടെ തന്നെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അതിൽ പോലും പലരും ഒരു ലിമിറ്റ് വെക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം സുരക്ഷയുടെ കാര്യമാണ്. നമ്മുടെ ഈ നാട്ടിൽ ഒരു സ്ത്രീ സുരക്ഷിതയാണോ? അസമയമെന്നൊന്നുമില്ല എന്ന് പറയാമെങ്കിലും ഇരുട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടന്നു പോകാൻ സുരക്ഷിതയാണോ? അല്ലെങ്കിൽ ഒരു തിയേറ്റർ, ഈ അടുത്ത കാലത്ത് കേട്ടൊരു ഇതായിരുന്നു, തിയേറ്ററിൽ സ്ത്രീ ഒറ്റയ്ക്ക് പോയാൽ അവൾ സുരക്ഷിതയല്ല എന്ന്. ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയിട്ടുണ്ട്, എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും അതിൻ്റെ അർത്ഥം ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും അതേ സുരക്ഷയിൽ ജീവിക്കുന്നു എന്നല്ല. അപ്പൊ അതുകൊണ്ട് ആ ലിമിറ്റേഷൻസ് വെക്കുന്നു എന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ പോലെ തന്നെ പല കാര്യത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് പുരുഷന്മാരും. അപ്പൊ ആ ഒരു ഇതിൽ നിന്നാണ്, അങ്ങനെ ഒരുപാട് പുരുഷന്മാരുടെ കഥകൾ കേട്ടിട്ടായിരിക്കാം ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ മെൻസ് അസോസിയേഷൻ അങ്ങനെ തുടങ്ങിയിട്ട് അവർ അതിനുവേണ്ടി വാദിക്കുന്നത്. സവാദിന്റെ കേസ് വന്നപ്പോൾ പോലും ആദ്യം എല്ലാവരും സവാദിനെ സപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? ഒരു സാമാന്യ ബോധത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് അവനെ കൊടുക്കാനായിരിക്കില്ലേ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല.
കാരണം ഇപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. സ്വന്തം അമ്മയെ കുറിച്ച് മകനെ കൊണ്ട് മോശം പറയിപ്പിക്കുന്ന അച്ഛന്മാരുള്ള നാടാണിത്. കുട്ടികൾ ചില ടീച്ചറിനോടുള്ള ദേഷ്യം കൊണ്ട് കുട്ടികളെ കൊണ്ട് ടീച്ചറിനെതിരെ പോക്സോ സത്യം, അത് സത്യമാണ്. അത് നമ്മളിപ്പോ കേരളത്തിൽ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഒരുപാട് കേസുകളുണ്ട്. എത്ര പേര് അതിന്റെ ഇരകളായ പുരുഷന്മാരുണ്ടെന്നറിയാമോ? എത്ര ഇതുപോലെ ഈ വ്യാജ പരാതികൾ വന്നിട്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്നതൊന്നും യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ അതും കൂടി ചേർത്തിട്ടാണ് ഇവരിത് പറയുന്നത്. പിന്നെ ഈ കോവിഡ് ബാധ കഴിഞ്ഞതിന് ശേഷം എത്ര പുരുഷന്മാരുടെ ജീവിതം വഴിയാധാരമായെന്നറിയാമോ? അതായത് വിദേശത്തൊക്കെ ഇരുന്ന് ജോലി ചെയ്യുകയും ഉള്ള സമ്പത്ത് മുഴുവൻ ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടി ചെലവാക്കുകയും ചെയ്യും. കോവിഡ് പെട്ടെന്ന് വന്നതിൽ എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വരികയും ചെയ്യുമ്പോൾ പിന്നെ അവരിൽ ഒരു അസറ്റ് ഇല്ല, അവരിൽ നിന്ന് ഒന്നും പിഴിഞ്ഞെടുക്കാനില്ല. അതിന്റെ ഭാഗമായിട്ട് ഡൈവേഴ്സ് ചെയ്യപ്പെടുകയും ബാക്കി ഉണ്ടായിരുന്നത് കൂടെ ജീവനാംശം എന്ന രീതിയിൽ ഭാര്യയ്ക്ക് കൊടുത്ത് വിടുകയാണ്. അപ്പോൾ ഇതെല്ലാം കൊടുത്ത് വിടുമ്പോൾ അവിടെ ആ പുരുഷൻ ഒന്നുമില്ലാത്തവനായി നിൽക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ പുരുഷന്മാർ ഇരയല്ലേ? അപ്പൊ പുരുഷന്മാർ ഇരയാവുകയില്ല. സ്ത്രീ ആയാൽ ഏത് വിഷയത്തിലും സ്ത്രീയാണ് ഇര എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് സ്ത്രീകൾ മാറ്റേണ്ടത്. അല്ല, അതിന്റെ അകത്ത് എനിക്കൊരു എതിർപ്പുണ്ട്. ഇപ്പൊ രാഹുൽ ഈശ്വർ പറയുന്നത് ഈ പറയുന്ന പോലെ 100 പേര് പീഡിപ്പിക്കപ്പെടുമ്പോ ചിലപ്പോ 5% കള്ളത്തരത്തിൽ പറയുന്നത്, ബാക്കി 95 പേരും ഇരകളായിരിക്കും യഥാർത്ഥത്തിൽ. ഇപ്പൊ എന്നെ ഒരാൾ റേപ്പ് ചെയ്യുന്നു, ഞാനത് സമൂഹത്തിന് മുന്നിൽ പറയാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും? രാഹുൽ ഈശ്വറിനെ പോലെ ഉള്ളവർ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ധൈര്യം പോകും. ഇപ്പം ഒരു 18 വയസ്സുള്ള പെൺകുട്ടിയാണ്, വളരെ മോശമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഒരാൾ ആ കുട്ടിയെ റേപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് പുറത്ത് പറയാമെന്ന് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാൻ ചിന്തിക്കുമ്പോൾ അവരാദ്യം ചിന്തിക്കുന്നത് എന്തിനാണ്? ഇരയ്ക്കെതിരെ ഒരു ആളുകളുണ്ട്, ഒരു കൂട്ടം ആളുകൾ ഇരയെ കുത്തിപ്പറിക്കാനുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അവർ ആ പരാതി പിന്മാറും. അങ്ങനെ ചെയ്യുന്ന ശരിയല്ല. പറയട്ടെ, ഇപ്പൊ ഞാൻ സൗവർണികയുടെ കാര്യം സൗവർണ പറഞ്ഞ പോലെ ഞാനൊരു വ്യാജ പരാതി ഒരാൾക്കെതിരെ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോ ഞാൻ ഇവരെ ഓർക്കണം. എന്തിനാണ്? വ്യാജ പരാതി കൊടുത്താൽ മിസ്മാച്ചുകളുണ്ട്, ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ ക്രൂശിക്കപ്പെടുമെന്നുള്ള ഒരു ബോധ്യം എനിക്ക് ഉണ്ടാവണം. അല്ലാതെ ഞാൻ പെണ്ണാണ്, ഞാൻ പെണ്ണായതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ആർക്കെതിരെ ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവരും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും എന്ന ധാരണയോടെ ഞാൻ ആർക്കെതിരെയും പരാതി ഉന്നയിച്ച് ഞാൻ ഒരു ഇരവാദം ഉന്നയിക്കാൻ മുമ്പേ ഞാനിപ്പോൾ ആലോചിക്കും, ഇല്ലേ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർ എനിക്കെതിരെ ആക്രമണം ഉന്നയിക്കും എന്നുള്ള കാര്യം എനിക്ക് ബോധ്യം വരണം. പിന്നെ യഥാർത്ഥത്തിൽ ഇരയായ ഒരു പെൺകുട്ടി ഇത് പറയുമ്പോൾ ബോധ്യം വേണം, ഞാൻ പറയുന്നതിൽ കൃത്യത വേണം, യഥാർത്ഥ കാര്യം ഞാൻ പറയണം, അതിനനുസരിച്ച് അവൾ പ്രിപ്പയർഡ് ആയിട്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങുക. അപ്പോൾ അവരുടെ പ്രശ്നം തീരില്ലേ? ഇപ്പൊ പറയുന്നതിൽ കൃത്യതയുണ്ട് എങ്കിൽ, സംശയത്തിന് ഇട നൽകാത്ത രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ പറയുകയാണ് എങ്കിൽ അവിടെ ചോദ്യം ചെയ്യാൻ ആളുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല ചേച്ചി, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. കുറച്ച് പ്രായം കുറഞ്ഞ പെൺകുട്ടികളാവുമ്പോൾ കുറച്ചുകൂടി ഒരു ഭയം ഉണ്ടാകും. കാര്യം നമുക്കറിയാം, ഇന്നും നമ്മൾ എത്ര മാറി എന്ന് പറഞ്ഞാലും ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് ശരിയാണ്. ഈ ഒരു സംഭവം സ്ത്രീകളെ തളർത്തുന്നത് ചില്ലറയ്ക്കല്ല. അവർ വല്ലാത്തൊരു ട്രോമാറ്റിക് സ്റ്റേജിൽ തന്നെയാണ് പോകുന്നതെന്നുള്ളതിൽ തർക്കമില്ല. അവർക്ക് ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ പോലും കഴിയാത്ത, എവിടെ പരാതി നൽകണമെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ കൂടിയായിരിക്കും പെൺകുട്ടികൾ കടന്നു പോകുന്നത്. എത്ര ഇനി മോഡേൺ ആണെന്നോ, എത്ര പൊതു ഇടങ്ങളിൽ സോഷ്യലായി ഇടപെടുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ വിചാരിക്കാത്ത ഒരാളിൽ നിന്ന് ഒരു മോശം രീതിയിൽ ഒരു പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പെൺപിള്ളേർ തകർന്ന് തന്നെയാണ് പോകുന്നത്. തിരിച്ചാണെങ്കിൽ ആണുങ്ങൾ അത് എൻജോയ് ചെയ്യുമെന്ന് ആൾക്കാർ തമാശയ്ക്ക് പറയാറുണ്ട്. പക്ഷെ പെൺകുട്ടികൾക്ക് അത് എൻജോയ് ചെയ്യാനല്ല കഴിയുക, അവർക്കത് അവരുടെ സമനില തന്നെ തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന് അനുകൂലമായൊക്കെ സംസാരിക്കുന്ന ഒരു എഴുത്തുകാരി, ഒരു ടീച്ചർ, അധ്യാപികയുണ്ട്, ബെറ്റിമോൾ മാത്യു. അവരെഴുതിയ ഒരു കുറിപ്പ് ഞാൻ വായിച്ചു തരാം. ആവശ്യക്കാരന് ഔചിത്യമേ വേണ്ട, ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നത് പഴമൊഴി. ഒരു വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും മറ്റൊരു വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കാനും ഔചിത്യമേ വേണ്ട എന്നത് പുതിയ കാലത്തിന്റെ തന്ത്രം. ശബരിമലയിൽ നിന്നും ശ്രദ്ധ തിരിക്കേണ്ടത് ഈശ്വരന്റെയും ആവശ്യമായിരുന്നു. അതിനയാൾ മാങ്കൂട്ടം വിഷയം പരമാവധി കത്തിച്ചു നിർത്തി. വാസു സാറും പത്മകുമാർ സാറും പോറ്റി സാറും കൊണ്ട് വിഷയം തീരില്ല. ഉന്നതരിലേക്ക് നീങ്ങുമ്പോൾ തന്ത്രി സാറന്മാരും പെടും. ഇതൊക്കെ അറിയാവുന്ന അയാൾ അയ്യപ്പന്റെ ആളായും മാങ്കൂട്ടത്തിന്റെ ആളായും സർവ്വ പുരുഷുക്കളുടെയും ആളായും കളം നിറഞ്ഞാടി. ഇക്കാലത്ത് സെലിബ്രിറ്റിയാകാനും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനും ഒക്കെ വളരെ എളുപ്പമാണ്. അത് അയാൾക്ക് കൃത്യമായി അറിയാം. ഈ ഒരു കാര്യത്തില് ഇപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് അതിനെതിരെയും രാഹുൽ ഈശ്വർ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഇവർ കുറ്റക്കാരായി കള്ളന്മാരായി ജയിലിലേക്ക് പോകുമ്പോഴും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് രാഹുൽ ഈശ്വർ പറയുന്നത് വാസു സാറും
പത്മകുമാർ സാറും എന്ന്. അപ്പൊ അതിനെ കൃത്യമായി അവതാരകൻ വിനു ബിജോൺ എതിർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പണ്ട് കാലത്താണ് ജീവിച്ചിരുന്നെങ്കിൽ ഇത്തിക്കര പക്കി സാറെന്നും കായംകുളം കൊച്ചുണ്ണി സാറെന്നെല്ലാം വിളിക്കേണ്ടി വരുമായിരുന്നല്ലോ എന്ന് രാഹുലിനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇനി ഈ അന്വേഷണം തന്ത്രിയിലേക്ക് നീങ്ങുമ്പോൾ, കാരണം ആ തന്ത്രിയുടെ മഠത്തിലുള്ളതാണല്ലോ രാഹുൽ ഈശ്വറും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ഡിബേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. എന്തൊക്കെ തള്ളിക്കളയാൻ പറ്റില്ല, എന്തൊക്കെ ചെയ്ത് ഡിബേറ്റ് ചെയ്ത് കളഞ്ഞാലും ആ കേസ് അന്വേഷണത്തിൽ അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ചേച്ചി, അങ്ങനെ ആവുമ്പോഴേ രാഹുൽ ഈശ്വർ ആദ്യം എടുത്തിരുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. പോലീസ് പിടിക്കുമ്പോ പോലും മാധ്യമങ്ങളോട് ആ വണ്ടിയിലേക്ക് കയറുമ്പോ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അടിയുറച്ചു നിൽക്കും. പിന്നീട് അത് മാറ്റി പറഞ്ഞു. ചേച്ചി ഇതെല്ലാം സാഹചര്യങ്ങളാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വാർത്തയെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വാർത്തയെക്കുറിച്ച് വരുമ്പോൾ, ഒരു സ്ത്രീ മണ്ണെണ്ണൊഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത വരുന്നു. ആ വാർത്ത വരുമ്പോൾ ആദ്യം ബാങ്കുകാർ വീട് ജപ്തി ചെയ്യാൻ വന്നത് കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തതെന്ന് വെച്ചാൽ ബാങ്കിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഈ മരണത്തിന്റെ കാരണം മറ്റെന്തോ ആണെന്ന് പിന്നീട് അന്വേഷണത്തിലാ തെളിഞ്ഞത്. അപ്പൊ ആദ്യം എല്ലാവരും ആ ബാങ്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വാർത്ത ചെയ്യുകയുണ്ടായിരുന്നു, വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു, അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ അന്വേഷണത്തിൽ അതിന്റെ മറ്റു വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അപ്പൊ എല്ലാവരും ഒരേ സമയം നിലപാട് മാറ്റി, അത് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. അതുപോലെയാണ് ഇപ്പൊ ഓരോ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടക്കത്തിൽ പരാതി വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്? ഇത് രാഹുലിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് വന്ന പരാതിയാണെന്ന്. കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴാണ് ആ പരാതിയിൽ കഴമ്പുണ്ടെന്നും രാഹുൽ ഒന്നിലധികം സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്നും പറയുമ്പോൾ, കോൺഗ്രസ് നേതൃത്വം പറയുന്നു കൃത്യമായ ബോധ്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതരാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്, അയാൾ ശിക്ഷിക്കപ്പെടണം എന്ന് നമ്മളും ചിന്തിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും CPM-കാർ ഇതിനെ കോൺഗ്രസിനെ അടിക്കാനുള്ള വടിയായി നിരന്തരം ഉപയോഗിക്കുന്നതായി കാണുന്നു. കാരണം കോൺഗ്രസ് നടപടി എടുത്തതിന് ശേഷവും അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ പെരുമാറുമ്പോൾ നമ്മൾ തിരിച്ചു ചിന്തിക്കാൻ വീണ്ടും നിർബന്ധിതരാകുന്നു. ഇങ്ങനൊരു സംഭവമുണ്ട്. രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ പോലും ഇത് CPM-ന്റെ സ്പോൺസേർഡ് പരിപാടിയല്ലേ, പാർട്ടിക്കെതിരെ അടിക്കുന്നു, പാർട്ടി തീരുമാനമെടുത്തിട്ടും നടപടി എടുത്തിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വീണ്ടും മറിച്ചൊരു ചിന്തയിലേക്ക് വരുന്നു. അതുപോലെ തന്നെയായിരിക്കും രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇനിയിപ്പോ ഒരു ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ രാഹുൽ ഈശ്വർ പുറത്തിറങ്ങുമ്പോൾ എടുക്കുന്ന നിലപാടനുസരിച്ച് എന്താണ് എന്നുള്ളത്, ഈ പറഞ്ഞ പോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ അതല്ല യാഥാർത്ഥ്യമാണോ എന്നുള്ളത് ഇനി പുറത്തിറങ്ങിയാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അതെ, ആരോ പറഞ്ഞതുപോലെ നിലപാടുകൾ നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാടുകളെ മാറ്റാൻ കഴിയുള്ളൂ, കയ്യും കാലും മാറ്റാൻ പറ്റില്ലല്ലോ.